ഉടൻ തന്നെ ഒരു സ്റ്റാഫ് അങ്ങോട്ട് വന്ന് ഈ പസിൽ ഗ്രാൻഡ്മയുടെ ട്രീറ്റ്മെന്റിന് സമയമായി എന്ന് പറയാണ്. വാട്ട്, എന്റെ ട്രീറ്റ്മെന്റ് കുറച്ചു നേരം മുമ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ? അതെ, പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരണം. പുള്ളിക്കാരിയും സ്റ്റാഫ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ട്രീറ്റ്മെന്റിന് പോകുന്നു. ഈ വന്ന സ്റ്റാഫ് കുറേ നേരം ഒരുമാതിരി വിയേർഡായിട്ട് നമ്മുടെ ഹീറോയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെന്ത് സംഭവം, ഇവനെന്തിനിങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നേ? ഹീറോയ്ക്ക് ഒരു ഐഡിയയും ഇല്ല. ബേസ്മെന്റിൽ എന്തൊക്കെയോ രഹസ്യമായി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ അത് അറിയാൻ ശ്രമിക്കുന്നു. ബേസ്മെന്റിലേക്ക് പോകാനുള്ള വഴിയുടെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മുട്ടയെ കണ്ടു. അത് പിന്നെ നിങ്ങൾക്ക് ഈ ഇതിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ? എന്തോന്ന്, ഇത് ഏത് ഭാഷ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചാവലി ബാലി തുണി കാലിക്കി. ഓ അങ്ങനെയാണല്ലേ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. ഇവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ഹീറോ ദൂരെ നോക്കുമ്പോൾ അവിടെ അന്ന ഒരു സൈക്കിൾ ഓടിച്ച് കളിക്കുന്നു. എന്നാൽ പിന്നെ ഹന്നയുടെ അടുത്തിയല്ല, പറ്റിയാൽ ആ സൈക്കിളിൽ ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. കുറേ ആയിട്ട് ഇവന്മാരുടെ ട്രീറ്റ്മെന്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമല്ലേ. പുറത്തേക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് ആ ഒരു ഗ്രാമത്തിലെങ്കിലും എത്താൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്നെങ്കിലും ഫോൺ ചെയ്യാൻ പറ്റിയേക്കും. നേരെ ഹന്നയുടെ അടുത്ത് നിന്ന് ഇവന്റെ ഉണ്ടായിരുന്ന ബല്ലേറിന സ്റ്റാച്ചു അവൾക്ക് കൊടുത്തിട്ട് അവനെയും കൊണ്ട് നേരെ താഴെ ഗ്രാമത്തിലേക്ക് പോകാമെന്ന് ചോദിച്ചു. കുട്ടി ഒന്നും മടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ കൺവിൻസ് ചെയ്തു. അങ്ങനെ ഇരുവരും അവളുടെ സൈക്കിളിൽ നേരെ താഴെ ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു ബാറിൽ കയറിയപ്പോൾ അവിടെ ഉണ്ട് നമ്മുടെ ഹീറോയെ വെൽനസ് സെന്ററിലേക്ക് കൊണ്ടുവിട്ട ഡ്രൈവർ. അപകടത്തിൽ അദ്ദേഹത്തിനും സാരമായ പരിക്ക് പറ്റിയിരുന്നെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അദ്ദേഹത്തിന്റെ കാർ മൊത്തത്തിൽ നശിച്ചുപോയി. എന്നാൽ വെൽനസ് സെന്ററിൽ നിന്ന് അദ്ദേഹത്തിന് പുതിയ കാർ വാങ്ങാനുള്ള പൈസ കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, എന്നാലും അവർക്ക് പൈസ കൊടുക്കാൻ തോന്നി, അവർ പൈസ കൊടുത്തു. ഇവിടെ ബാറിൽ നമ്മുടെ ഹീറോ ഒരു പോലീസുകാരനെയും കാണുന്നുണ്ട്. അദ്ദേഹത്തോട്, സാർ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് ഡോക്ടേഴ്സിനെ ആരെങ്കിലും അറിയോ? ഡോക്ടേഴ്സാ? നീ മോളിൽ നിന്നല്ലേ വന്നേ? ഇവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം ആ വെൽനസ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ല സാർ, അവിടെയുള്ള ഡോക്ടേഴ്സിനെ എനിക്കറിയാം, അതല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അന്നേരം ബാറിന്റെ ഓണർ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഡോക്ടർ ഉണ്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഹീറോ ഹന്നയ്ക്ക് ബീറൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഹന്നയ്ക്ക് അമ്മയില്ല, അമ്മ മരണപ്പെട്ടതാണ്. അവളുടെ അച്ഛനാണ് അവളെ ഈ വെൽനസ് സെന്ററിൽ കൊണ്ടാക്കുന്നത്. ഇവളുടെ അസുഖമൊക്കെ മാറി കംപ്ലീറ്റ് ഓക്കെ ആയതിനു ശേഷം അച്ഛൻ വന്ന് ഇവളെ വിളിച്ചോളൂ എന്നാണ് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തോ പുള്ളിക്കാരി ഇടയ്ക്ക് കുറച്ച് തുള്ളിമരുന്നെടുത്ത് കഴിക്കുന്നത് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഇതേപോലെ മരുന്ന് നേരത്തെ ഡോക്ടർ കഴിക്കുന്നത് നമ്മുടെ ഹീറോ ശ്രദ്ധിച്ചിരുന്നു. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൾ കുറച്ച് നമ്മുടെ ഹീറോയ്ക്കും കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻസ് ആണെന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഒരുമാതിരി വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു അതിന്. ദെൻ നമ്മുടെ ഹീറോ ഇവിടെ ഗ്രാമത്തിലുള്ള ഡോക്ടറെ കാണാൻ ചെന്നു. ആക്ച്വലി ഈ ഡോക്ടർ ഒരു മൃഗ ഡോക്ടറാണ്. എന്താണെങ്കിലും ഡോക്ടർ ആണല്ലോ. തുടർന്ന് പെംബ്രോക്കിന്റെ ഫയൽസ് ഡോക്ടറിന് കൊടുത്തിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് ഒരു രോഗിയുടെ ഫയലാണെന്നാണ് ഡോക്ടർ ആദ്യം പറയുന്നത്. കൊള്ളാം, അതൊരു പുതിയ അറിവാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഫയലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ രോഗിക്ക്, അതായത് നമ്മുടെ പെംബ്രോക്കിന് പല്ല് പൊഴിയുന്ന പ്രശ്നമുണ്ട് അത്രേ. ഫയലിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ ആവാം ഇങ്ങനെ പല്ല് പൊഴിയാൻ കാരണമെന്നാണ് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത്. എന്നാൽ ഡീഹൈഡ്രേഷൻ കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ലെന്ന് നമ്മുടെ ഹീറോയ്ക്ക് വ്യക്തമായി അറിയാം. കാരണം വെൽനസ് സെന്ററിൽ എപ്പോഴും ഇവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കും. അവിടെയുള്ള എല്ലാവരും ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ഉൾപ്പെടെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഒത്തിരി വെള്ളം കുടിക്കുന്നുണ്ട്. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ. പണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബാരൻ ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോയി എക്സ്പെരിമെന്റ് ചെയ്ത് കൊന്നു കളഞ്ഞു. അയാളുടെ അസുഖമുള്ള ഭാര്യയെ ഭേദമാക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഉടനെ ഡോക്ടർ, നിർത്ത്, അത് അങ്ങനൊന്നും അല്ല. നീ പറഞ്ഞ ഈ ബാരന്റെ ഭാര്യ ഉണ്ടല്ലോ, അയാളുടെ സഹോദരി തന്നെയാണ്. അവൾക്ക് അസുഖമൊന്നുമല്ല, ഷീസ് ഇൻഫെർട്ടൈൽ, വന്ധ്യതയാണ്. അതിനുവേണ്ടി ഇത്ര ആളുകളെ പിടിച്ചുകൊണ്ട് പോയി എന്തോ എക്സ്പെരിമെന്റ് നടത്തേണ്ട ആവശ്യമില്ല. 200 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ മറ്റെന്തിനു വേണ്ടിയാണ് ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോയി എക്സ്പെരിമെന്റ് നടത്തി കൊന്നു കളഞ്ഞത്. അതെന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു പശുവിന്റെ അടുത്തേക്ക് പോയി. സീവേജിൽ എന്തോ വീണ് ഇതിന്റെ കാലൊടിഞ്ഞു. മോളിൽ നിന്ന് ഒഴുകി വരുന്ന സീവേജ് വാട്ടർ കുറെ കുടിക്കുകയും ചെയ്തു. പശുവിന്റെ വയറ്റിൽ അതിന്റെ കുഞ്ഞുണ്ട്. ഡോക്ടർ വയറ് കുത്തി കീറിയപ്പോൾ അതിന്റെ ക്ടാവും സീവേജിൽ നിന്ന് കുടിച്ച വെള്ളവും അതിന്റെ കൂടെ കുറെ ഈൽസും അതിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നു. സീവേജ് വാട്ടർ കുടിച്ച കൂട്ടത്തിൽ ഈ ഈലുകളെ കൂടെ പശു അങ്ങ് വിഴുങ്ങി. ഇതേസമയം ബാറിലുള്ള നമ്മുടെ ഹന്ന ഇവിടെ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുവാണ്. വർഷങ്ങളായി പ്രായമുള്ളവരെ മാത്രം കണ്ട് ശീലമുള്ള ഇവള് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇവളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു. വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത കുട്ടിയാണെന്ന് ഇവിടെയുള്ള പിള്ളേർക്ക് മനസ്സിലായി. കിട്ടിയാൽ ഇന്ന് ഇവളുടെ കൂടെ എന്നുള്ള മട്ടിലാണ് അവന്മാരുടെ പെരുമാറ്റമൊക്കെ. നേരെ ബാറിലേക്ക് കയറി വരുന്ന നമ്മുടെ ലോക്ക്ഹാർട്ട് ആവട്ടെ ഇവിടുത്തെ ഫോണിൽ നിന്ന് ഇവന്റെ ന്യൂയോർക്കിലെ ഓഫീസിലേക്ക് വിളിക്കുന്നു. ലോക്ക്ഹാർട്ടാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കിയതും അവർ ആദ്യം തന്നെ ചോദിക്കുന്നത്, നീ ഇതെന്ത് പരിപാടിയായിട്ടാ കാണിച്ചേ? പെംബ്രോക്കിനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇതിപ്പോൾ 4 ദിവസമായിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ലല്ലോ. അത് കേട്ടതും ലോക്ക്ഹാർട്ട്, അല്ല നിങ്ങൾ എനിക്ക് ആക്സിഡന്റ് പറ്റിയതൊന്നും അറിഞ്ഞില്ല. ആക്സിഡന്റാ? എന്ത് ആക്സിഡന്റ്? നിനക്കെന്താ പറ്റിയേ? അതായത് ഡോക്ടർ വോൾമർ ഇവനോട് പറഞ്ഞത് കള്ളമാണ്. അവർ ഇവന്റെ ന്യൂയോർക്കിലെ ഓഫീസിലേക്കൊന്നും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇതേസമയം ഹന്നയുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന പിള്ളേര് അവളുടെ ശരീരത്തെ അതിരി കടന്ന് ഇങ്ങനെ തൊടുന്നു നോക്കി കണ്ടതും ലോക്ക്ഹാർട്ട് അവന്മാരെ തല്ലുന്നു. കാല് വയ്യാത്ത ഇവനെ കൊണ്ട് അവന്മാരെ അടിച്ചിടാൻ പറ്റുമോ? പിള്ളേർ ലോക്ക്ഹാർട്ടിനെ അടിച്ച് താഴെയിട്ട് കത്തിയൊക്കെ ആയിട്ട് ഇവന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഡോക്ടർ വോൾമർ ഇവിടെ എത്തി. ഡോക്ടറിനെ കണ്ടതും ഇവിടെയുള്ള മുഴുവൻ ആളുകളൊന്നും പേടിക്കുന്നുണ്ട്. പേടിയാണോ റെസ്പെക്റ്റ് ആണോ എന്തായാലും ഇത്രയും നേരം കാണിച്ച ആവേശമൊന്നും പലർക്കും ഇല്ല. പെട്ടെന്ന് എല്ലാവരും അങ്ങ് സ്റ്റക്കായ പോലെ. ബഹളമൊക്കെ കാരണം ആകെ പേടിച്ചിരുന്ന നമ്മുടെ ഹന്നയെ ഡോക്ടർ വോൾമർ ആശ്വസിപ്പിച്ച് അവളെ തിരിച്ചു കൊണ്ടുപോവാണ്. പെംബ്രോക്കിനെ കൂട്ടാതെ നമ്മുടെ ഹീറോയ്ക്ക് ഇവിടുന്ന് തിരികെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവനും തിരികെ വെൽനസ് സെന്ററിലേക്ക് പോകുന്നു. അന്ന് രാത്രിയും ഇവിടുത്തെ സ്റ്റാഫുകൾ ബേസ്മെന്റിലേക്ക് പോകുന്നു നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. സ്ട്രെച്ചർ ബെഡിൽ
എഫേർട്സിൽ ആരെയൊക്കെയോ അവർ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. രോഗികളെ ആയിരിക്കാം. അതിനർത്ഥം ഇവർക്കൊക്കെ ആക്സസ് ഉള്ള മുകളിലത്തെ നിലകളിൽ മാത്രമല്ല ട്രീറ്റ്മെന്റ് നടക്കുന്നത്, ബേസ്മെന്റിലും എന്തൊക്കെയോ ട്രീറ്റ്മെന്റ്സ് അവർ ചെയ്യുന്നുണ്ട്. കൂടുതലും രാത്രി സമയമാണ് അവിടേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സംശയമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം സംശയത്തിന് മേൽ സംശയമാകുകയാണല്ലോ. ആകെ മൊത്തത്തിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ മേലെ അത് കൺഫ്യൂസ് ആയിരിക്കുന്ന അവസ്ഥയാണല്ലോ. മുമ്പ് ഒരു തവണ ഉണ്ടായ പോലെ ഇവന്റെ റൂമിന്റെ ബാത്റൂമിന്റെ ഫ്ലഷ് ടാങ്കിന്റെ അവിടുന്ന് പിന്നെയും ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ലോക്ക്ഹാർട്ടും അങ്ങോട്ട് ചെന്ന് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തപ്പോഴേക്കും അതിന്റെ മൂവ്മെന്റ് നിന്നു. തന്റെ വായ്ക്കുള്ളിൽ എന്തോ വിയേർഡ് ഫീൽ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഇവനും ജസ്റ്റ് എന്താ സംഭവം നോക്കുമ്പോൾ ദേ ഒരു പല്ല് അടർന്നിങ്ങി പോന്നു. അതായത് മിസ്റ്റർ പെംബ്രോക്കിനുള്ള അതേ പ്രശ്നം നമ്മുടെ ലോക്ക്ഹാർട്ടിനും ഉണ്ട്. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇവന്റെ പല്ലുകളും ദേ പൊഴിഞ്ഞു വരാൻ തുടങ്ങി. ഹീറോ നേരെ ഒരു നഴ്സിന്റെ അടുത്ത് ചെന്ന് ഈ പല്ല് അവരെ കാണിച്ചു. അവരാവട്ടെ യാതൊരു അത്ഭുതവും ഇല്ലാതെ കൈ ഇങ്ങനെ നീട്ടി ആ പല്ല് അങ്ങ് കൊടുത്തേക്കാൻ. ഇത് ഇവർക്കൊരു പുതിയ സംഭവമല്ല, ഇവിടുത്തെ ഒരുപാട് പേഷ്യൻസിന് ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്ന്. പുള്ളിക്കാരി ടൂത് കൊണ്ട് മാറിപ്പോകുമ്പോൾ നമ്മുടെ ഹീറോ അവരുടെ റെക്കോർഡ്സ് എടുത്ത് നോക്കി പെംബ്രോക്ക് ഇപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കി. രോഗികൾക്ക് അങ്ങനെ ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിലും ഒരു വിധത്തിൽ ആരുടെയും കണ്ണിൽ പെടാതെ ഹീറോ അങ്ങോട്ട് കയറി ചെല്ലാണ്. അവിടെ അവന് പസിൽ ഗ്രാൻഡ്മയെ കാണാൻ പറ്റി. അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലോക്ക്ഹാർട്ട് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി. ബാരന്റെ സഹോദരി പ്രഗ്നന്റ് ആയിരുന്നു. അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ടായിരുന്നു. അന്ന് വില്ലേജേഴ്സ് ഇവിടെ കയറി വന്ന് ആക്രമിച്ചപ്പോൾ അവളുടെ ഗർഭപിണ്ഡം അവർ പുറത്തെടുത്തു. എന്നിട്ടും കുഞ്ഞ് സർവൈവ് ചെയ്തു. അതറിയാൻ അവൾ ജീവനോടെ ഉണ്ടായില്ല. അവളെ അവർ കൊന്നുകളഞ്ഞു എന്നും പറഞ്ഞ് പസിൽ ഗ്രാൻഡ്മ ഇവൻ തോളിൽ കൈവച്ചപ്പോൾ ഇവൻ പെട്ടെന്ന് പേടിച്ച് പുറകോട്ട് മാറി. അവിടെ ഉണ്ടായിരുന്ന കുറെ സാധനങ്ങളൊക്കെ തട്ടിയിട്ടു. സ്റ്റാഫുകൾ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഹീറോ അവിടുന്ന് ഓടി മാറി. ഓടി ചെന്ന് കയറിയത് ഇങ്ങനെ ഒരു മുറിയിലാണ്. ദേ കണ്ടില്ലേ, ഇവിടുത്തെ പേഷ്യൻസിനെയാണ് ഇവരിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇവരുടെ ശരീരങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നു. അതായത് 200 വർഷങ്ങൾക്ക് മുമ്പ് ബാരൻ ചെയ്തിട്ടുള്ള അതേ എക്സ്പെരിമെന്റ് ഇപ്പോഴും ഇവരിവിടെ തുടരുന്നുണ്ട്. അക്കൂട്ടത്തിൽ പെംബ്രോക്കും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡിയിൽ ചെറിയൊരു അനക്കം കണ്ടതും അദ്ദേഹത്തിന് ഇപ്പോഴും ജീവൻ കാണുമെന്ന് കരുതി ഹീറോ ആ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല, അത്രയും സ്ട്രോങ് ഗ്ലാസ് ആയിരുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച് അവിടുന്ന് നേരെ ഓടിക്കേറി ചെന്നപ്പോൾ കറക്റ്റ് ഡോക്ടർ വോൾമറിന്റെ മുന്നിൽ ചെന്ന് വിട്ടു. ലോക്ക്ഹാർട്ട്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവിടെ നിങ്ങൾ വരാൻ പാടില്ലല്ലോ. അല്ല, അത് പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്താന്ന് വെച്ചാലേ എന്റെ പല്ല് പൊഴിഞ്ഞു പോയി. നിങ്ങളെ തിരക്കി അങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന് പെട്ടുപോയി. ഓ, അതാണോ കാര്യം? തൽക്കാലം ഞാനിതങ്ങ് വിശ്വസിക്കാം കേട്ടോ. വാ നമുക്ക് പല്ലിന്റെ കാര്യം ആദ്യം നോക്കാം. ലോക്ക്ഹാർട്ടിനെ പിടിച്ചുകൊണ്ട് പോയി അവന്റെ കൈയും കാലും അനക്കാൻ പറ്റാത്ത വിധം അവനെ പിടിച്ച് കെട്ടിയിട്ടു. ഇവൻ പെംബ്രോക്കിന്റെ ഫയൽസ് അടിച്ചു മാറ്റി എന്നുള്ള കാര്യം ഡോക്ടർ വോൾമർക്ക് മനസ്സിലായിരുന്നു. ദാ ഹീറോ അടിച്ചു മാറ്റി വെച്ച ഫയൽ ഡോക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവന്റെ ഒന്നിലധികം പല്ല് പറിച്ചെടുത്ത് ഇവനെ ടോർച്ചർ ചെയ്യുവാണ് ഇവരെല്ലാം കൂടെ. കട്ട് ചെയ്താൽ വെൽനസ് സെന്ററിൽ വന്നിരിക്കുന്ന ട്രീറ്റ്മെന്റ് വേണ്ടി വന്നിരിക്കുന്ന പുതിയൊരു സ്ത്രീയാണിത്. ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത് നമ്മുടെ ഹീറോ ഇവിടേക്ക് കൊണ്ടുവിട്ട അതേ ഡ്രൈവർ തന്നെയാണ്. ആ പുള്ളിക്കാരിയെ ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രൈവർ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങേരുടെ കാറിന് ബാക്കിൽ കയറിയിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറയുന്നു. തുടർന്ന് അദ്ദേഹം ഇവനെ താഴെ വില്ലേജിൽ ഡ്രോപ്പ് ചെയ്യുന്നു. നേരത്തെ ഹന്നയുടെ കൂടി ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഹീറോ ഇവിടെ ഒരു പോലീസുകാരനെ കണ്ടിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാണ്. എടേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ അവരെന്തിനാ ടോർച്ചർ ചെയ്യുന്നത്? എന്താ കാര്യം? എന്താ? ബിക്കോസ് അവരുടെ സീക്രട്ട് എനിക്കറിയാം സാർ. അവരവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഒരു റൂം നിറയെ വാട്ടർ ടാങ്കിൽ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചിരിക്കുന്നു. ഓ റിയലി? ഇതൊരു സീരിയസ് കുറ്റകൃത്യമാണല്ലോ. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? സാർ, നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം അവന്മാരവിടെ ചെയ്യുന്നതൊക്കെ. ഓക്കെ, നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാരൻ അവിടെ എഴുന്നേറ്റ് മാറിപ്പോയി. ഇന്നേരമാണ് നമ്മുടെ ഹീറോ ഇവിടെ ശ്രദ്ധിക്കുന്നത്. വെൽനസ് സെന്ററിലെ ഡോക്ടേഴ്സും അതേപോലെ നമ്മുടെ ഹന്നയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക വൈറ്റമിൻസ് ഉണ്ടല്ലോ, അതേപോലെ ഒന്ന് ഈ പോലീസുകാരന്റെ റൂമിലുണ്ട്. വിച്ച് മീൻസ് ഇങ്ങേര് അവരുടെ ആള് തന്നെ. അധികം താമസിച്ചില്ല ഡോക്ടർ വോൾമറൊക്കെ ഇവിടെ എത്തി. മിസ്റ്റർ ലോക്ക്ഹാർട്ട്, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല. അതൊക്കെ നിങ്ങളുടെ വിഷൻസ് ആണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇല്യൂഷൻസ് മാത്രമാണ്. ഇവനാവട്ടെ അവിടെ ഇരുന്നൊരു കത്തിയൊക്കെ എടുത്ത് ഇവർക്ക് നേരെ ഇങ്ങനെ പിടിച്ച് നിർത്തിക്കോ നിന്റെ കൂട്ടായ്പ്, അടുത്ത് വന്ന് ഉറപ്പായിട്ട് ഞാൻ കുത്തും. ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ്. പെംബ്രോക്ക് ഉൾപ്പെടെ അത്രയും പേരുടെ ശവം ഞാൻ കണ്ടതാണ്. ഇനി നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കലിപ്പിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർ വോൾമർ പെംബ്രോക്കിനെ വിളിക്കുന്നു. ഹീറോ പറയുന്ന പോലെ പെംബ്രോക്ക് മരിച്ചു പോയെങ്കിൽ പിന്നെ ഇതാരാണ്? അപ്പോൾ അവിടെ ടാങ്കിൽ കണ്ടത് ഇപ്പൊ ഈ കാണുന്നത്? ഇങ്ങനെയെല്ലാം ആയതോടെ ഈ ഡോക്ടറൊക്കെ പറയുന്ന പോലെ ഒരുപക്ഷെ ഇവന് ഇല്യൂഷൻസ് ഉണ്ടാവുന്നതാവും എന്ന് ഇവനും വിചാരിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് തിരികെ ചെല്ലുന്നു. അടുത്ത പകൽ മുമ്പ് 2 തവണ ഉണ്ടായ പോലെ വീണ്ടും ഇവന്റെ റൂമിന് തൊട്ടടുത്തുള്ള ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് ശബ്ദം ഉണ്ടാവുകയാണ്. ഇത്തവണ അതിലിങ്ങനെ ടച്ച് ചെയ്തിട്ടും വീണ്ടും ശബ്ദം ഉണ്ടാവുന്നു. ഇതെന്താ സംഭവം എന്നറിയാൻ ഇവൻ ഫ്ലഷ് ടാങ്ക് തുറന്നു നോക്കിയപ്പോൾ അതിലിതേ കുറെ ഈൽസ്. പേടിച്ച് ഹീറോ പുറകോട്ട് മാറി. വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോൾ അവിടെ ഇപ്പൊ ഈൽസിനൊന്നും കാണാനില്ല. സോ ഇതൊക്കെ വെറും വിഷൻസ് മാത്രമാണ്, ഇവനുണ്ടാവുന്ന ഇല്യൂഷൻസ് മാത്രമാണ്. എന്നിരുന്നാലും ഇതൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത നമ്മുടെ ലോക്ക്ഹാർട്ട് ആവട്ടെ ആ ക്ലോസറ്റ് എല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ച് അവിടെ മൊത്തം കുളവാക്കുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇത്തരത്തിലുള്ള ഇല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് ഇവൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവൻ മെന്റലി ഓക്കെ അല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഏത് വ്യക്തിയാണ് മെന്റലി താൻ ഓക്കെ അല്ലെന്ന് സമ്മതിക്കുക? കുറേയധികം കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് ഇവരൊക്കെ പറയുന്ന പോലെ തനിക്ക് എന്തോ അസുഖമുണ്ടെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ഹീറോ ആവട്ടെ ന്യൂയോർക്കിലെ ഇവരുടെ കമ്പനിയിലേക്ക് കത്തെഴുതുകയാണ്. ലോക്ക്ഹാർട്ടിന്റെ ഉള്ളിലുള്ള സിക്നസ് ഭേദമാക്കാൻ ഇവിടെ തന്നെ തുടരുന്നതാണ് ഉചിതം. ഇതാണ് ജീവിതം, ഇതാണ് റിയാലിറ്റി. ഇനി അങ്ങോട്ട് ഈ റിയാലിറ്റിയിൽ ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് കത്തെഴുതി. എന്നാൽ കത്ത് അയക്കുന്നില്ല. എഴുതി തീർന്നപ്പോൾ പെട്ടെന്നൊരു റിയലൈസേഷൻ. ഒരുപക്ഷെ താൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കുമോ ഇവരുടെയൊക്കെ ബുദ്ധി. അടുത്തിരുന്നൊരു ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് ഇവന്റെ കാലിലെ പ്ലാസ്റ്റർ മൊത്തം കുത്തി കീറുകയാണ്. എല്ലാം അഴിച്ചു നോക്കിയപ്പോൾ ഇവന്റെ കാലിന് യാതൊരു പ്രശ്നവുമില്ല. അതായത് പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുള്ള കാലിലാണ് അവർ പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തത്. ഇവനൊരു രോഗിയാണെന്ന് കാണിച്ച് ഇവനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം. ഇത്രയൊക്കെ ആയതോടെ ഇവന്മാർ എന്താണ് ബേസ്മെന്റിൽ ചെയ്യുന്നതെന്നറിയാൻ അവിടുത്തെ പൂട്ടും പൊട്ടിച്ചകത്ത് കയറി. അതിനുള്ളിലാവട്ടെ ഈൽ ഫിഷുകളെ ഉപയോഗിച്ചും മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചും ഒക്കെ കുറേയധികം
പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരമൊക്കെ കാണാം, അതും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത അതേ കണ്ടീഷനിൽ. ചിലതൊക്കെ കാണുമ്പോൾ മാസം തികയുന്നതിന് മുമ്പ് പുറത്തെടുത്ത പോലെയുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ലിക്വിഡുകൾ, ചിലതിലൊക്കെ ആവട്ടെ മനുഷ്യരുടെ മുഖം ഉരിഞ്ഞു കീറി അതുപോലെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭാരന്റെ ഭാര്യയുടെ, അതായത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഫോട്ടോയും ഇവിടെ കാണാം. ഫോട്ടോ അല്ല, പെയിന്റിംഗ്. നോക്ക്, എക്സാക്ട്ലി നമ്മുടെ ഹന്നെ പോലെ തന്നെയുണ്ട്. അവളുടെ കഴുത്തിലുള്ള മാല ശ്രദ്ധിച്ചേ, നേരത്തെ നമ്മുടെ ഹീറോ ഡോക്ടർ വോൾമറിന്റെ റൂമിൽ കണ്ട അതേ സാധനം. ഇതേ സമയം തന്നെ നമ്മുടെ ഹന്ന എണീറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത് കാണാം. നേരത്തെ നമ്മുടെ ഹീറോയോടൊപ്പം താഴെ ഗ്രാമത്തിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ലിപ്സ്റ്റിക് ആണ്. മുമ്പ് ഒരിക്കലും ഹന്നയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണമെന്നോ അണിഞ്ഞൊരുങ്ങണമെന്നോ എന്നുള്ള ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവൾക്ക് കൂടുതൽ സുന്ദരിയായിരിക്കാനും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാനും ഒക്കെയുള്ള താല്പര്യം തോന്നി തുടങ്ങി. എന്താ കാരണമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ, പ്രായമെത്തി. അവൾ നേരെ അവിടെ ഉള്ളൊരു സ്വിമ്മിംഗ് പൂളിൽ പോയി ഇറങ്ങുവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയും ബേസ്മെന്റിനുള്ളിൽ ഒരു പൂള് പോലെ ഒരു സെറ്റപ്പ് കണ്ടുപിടിച്ചു. അവിടെയായിട്ട് കുറച്ച് ഡെഡ് ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത് കണ്ട് ഇവനും എന്താ സംഭവം എന്ന് അറിയാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചില്ലാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ ഹന്നയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ട്. അവൾക്ക് ഫസ്റ്റ് പീരീഡ്സ് ആയി. കുറെ ഈൽ ഫിഷുകൾ അവിടെ ഉണ്ടായിരുന്നു. ബ്ലഡ് ഇങ്ങനെ വന്നതും ഈൽ ഫിഷുകൾ ഇവൾക്ക് ചുറ്റും വരാൻ തുടങ്ങി. ഇതേ സമയം നമ്മുടെ ഹീറോ നിൽക്കുന്ന അവിടേക്ക് ഒരാളുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന ഒരുത്തൻ ഡെഡ് ബോഡി വെള്ളത്തിലേക്ക് കളയാണ്. അവിടെയും ഈൽസ് ഉണ്ടായിരുന്നു. ഈൽസ് വന്ന് അയാളുടെ ഡെഡ് ബോഡി കഴിക്കുന്നു. ഇതെല്ലാം ഒളിച്ചു നിന്ന് നമ്മുടെ ഹീറോ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ സ്റ്റാഫ് നമ്മുടെ ഹീറോയെ ആക്രമിക്കുവാണ്. ഇത്തിരി മെനക്കെട്ടെങ്കിലും ഒഴിഞ്ഞു മാറി ഒരു വിധത്തിൽ ആ സ്റ്റാഫിനെ തല്ലിക്കൂട്ടി താഴെയിട്ടു. അടിച്ചടിയിൽ അവന്റെ പുറം ചെന്ന് ഇടിച്ചു കയറി അവൻ മരിക്കുന്നുണ്ട്. ഒരുമാതിരി വല്ലാത്ത സ്ഥലമായിരുന്നു. കുറേ മൂർച്ചയുള്ള സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം നമ്മുടെ ലോക്കാട്ട് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പോഴേക്കും ഹാനയും പൂളിയിൽ നിന്ന് ഓടിക്കയറി മുകളിലേക്ക് വരുന്നു. ബേസ്മെന്റിൽ നിന്ന് ഓടിക്കയറി വരുന്ന നമ്മുടെ ഹീറോ ഹന്നയെ കണ്ട് അവളുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ ഇവനെ ഒരൊറ്റയടി. പീരീഡ്സ് അല്ലേ, പുള്ളിക്കാരി ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പുള്ളിക്കാരിക്ക് ഒരു ഐഡിയയുമില്ല. ബ്ലഡ് എല്ലാം കൂടെ കണ്ട് ആകെ പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലുമായിരുന്നു. അവൾ ഓടി മെയിൻ ഹോളിലേക്ക് കയറിയപ്പോൾ അവൾക്ക് പീരീഡ്സ് ആയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ വോൾമർ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. തൊട്ടു പിന്നാലെ ഓടിച്ചിരുന്ന ലോക്കാട്ട് അവിടെ ഒരു കസേരൊക്കെ എടുത്ത് നിന്നെയൊക്കെ തീർക്കോടാന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. കാര്യം ഇവിടെ വരുന്ന ആളുകളെ എന്തൊക്കെയോ ചെയ്ത് രോഗികളാക്കി മാറ്റി പിന്നീട് അവരെ കൊന്നുകളയാണ് ഇവന്മാർ ചെയ്യുന്നതെന്ന് ഇവന് മനസ്സിലായല്ലോ. മിസ്റ്റർ ലോക്കാട്ട്, നിങ്ങൾ ആകെ അപ്സെറ്റ് ആണ്. നിങ്ങൾ എൻ്റെ ഓഫീസിലോട്ട് വരാമെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഓഹോ, കാര്യമായിട്ട് നീ പൊളുത്തിയത് തന്നെ. ഇവിടെ വെച്ച് സംസാരിക്കും. ഇവരെല്ലാവരും കേൾക്കെ സംസാരിക്കും. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇവരെല്ലാം അറിയട്ടെ. നിങ്ങളെല്ലാം കേൾക്കണം. ഇവനാണ് നിങ്ങളെ രോഗിയാക്കുന്നത്. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾ രോഗികളാവുന്നത്. ഡോ ഈ വെള്ളം കുടിക്കരുത്. ഈ വെള്ളത്തിലാണ് സകല പ്രശ്നവും ഉള്ളത്. നിങ്ങൾക്കൊന്നും എന്താ മനസ്സിലാവാത്തേ? നിങ്ങളുടെ പല്ലൊക്കെ പൊഴിയുന്നില്ലേ? ഡേ ബൈ ഡേ നിങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളത് ക്യൂർ അല്ല, ഇവർ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതും പ്രായമായ ഓരോരുത്തരും എന്തൊക്കെയോ റിയലൈസ് ചെയ്ത പോലെ പതിയെ എണീറ്റു. ഇവരെല്ലാം എണീറ്റ് നമ്മുടെ ലോക്കാട്ടിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവരൊക്കെ ലോക്കാട്ടിനെ പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നത്. ഏത് ലെവലിൽ ഈ പ്രായമായവരെയൊക്കെ ഡോക്ടർ കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ? ഹീറോ പെട്ടു. വേറെ വഴിയില്ല. ഇവരോടെല്ലാവരോടും ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ഹീറോയ്ക്ക് പറ്റത്തില്ല. എല്ലാവർക്കും സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതാണ്. ഒടുക്ക് ഇവൻ തന്നെ പെട്ടു. അങ്ങനെ ഡോക്ടറൊക്കെ നമ്മുടെ ഹീറോയെ ഒരു പ്രത്യേക ചേംബറിലേക്ക് മാറ്റാണ്. അവിടെ അവൻ അനങ്ങാൻ പറ്റാത്ത വിധം അവനെ ഇങ്ങനെ കിടത്തിയിട്ട് ശരിക്കും ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയുള്ള വെള്ളത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ഈലുകൾക്കും പ്രത്യേകതയുണ്ട്. സാധാരണ ഈലുകൾക്ക് ഒരു 10-12 വർഷമൊക്കെയാണ് ആയുസുള്ളത്. എന്നാൽ ഇവിടുത്തെ വെള്ളത്തിലുള്ള ഈലുകൾ 300 വർഷത്തോളം ജീവിക്കുന്നുണ്ടത്രേ. അവയ്ക്ക് ആയുസ് കൂടുതലാണ്. വർഷങ്ങളായിട്ട് ഇവർ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഈലുകൾക്ക് ഇങ്ങനെ ആയുസ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് മനുഷ്യർക്ക് കിട്ടിക്കൂടാ? അങ്ങനെ മനുഷ്യന്റെ ആയുസ് കൂട്ടാനായിട്ട് ഒത്തിരി വർഷങ്ങൾ പരീക്ഷണം ചെയ്ത് ഇവരൊരു സീക്രട്ട് മെത്തേഡ് കണ്ടുപിടിച്ചു. ഇവിടുത്തെ വെള്ളത്തിൽ ജീവിക്കുന്ന ഈലുകളെ, വലിയ ഈലുകളെ അല്ലെങ്കിൽ ചെറിയ ഈലുകളെ, കുഞ്ഞു ഈലുകളെ സാധാരണ മനുഷ്യർക്ക് കുടിക്കാൻ കൊടുക്കാം. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഈലുകളെ മിക്സ് ചെയ്യാം. ആദ്യം നമ്മുടെ ഹീറോയ്ക്കൊക്കെ കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ ചെറിയ ഒരു പുഴുവിനെ പോലെ അവൻ കാണുന്നുണ്ടായിരുന്നല്ലോ. അത് ആക്ച്വലി ചെറിയ ഈലാണ്. ഇങ്ങനെ ഈല് കലർന്ന വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ മനുഷ്യരിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അവരുടെ ബോഡി പതിയെ പതിയെ വീക്കാകും. ശരീരത്തിൽ ക്രമേണ മാറ്റം വന്ന് ശരീരം വീക്കാവുന്നത് കൂടാതെ മനുഷ്യന്റെ ശരീരത്തിലൂടെ ഈ വെള്ളം ഫിൽട്ടർ ചെയ്യപ്പെട്ട് ഒരു പ്രത്യേക രീതിയിലേക്ക് ഇത് മാറും. ഒരു പ്രത്യേക തരത്തിലുള്ള എലിക്സറായി മാറുമെന്ന് പറയാം. ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്ന, അതായത് ഈ മനുഷ്യരുടെ ശരീരത്തിലൂടെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന വെള്ളം കുടിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ എലിക്സർ കുടിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കുന്ന ഈലുകളെ പോലെ ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റും. ആയുസ് ഒരുപാട് കൂടുതലായിരിക്കും. വളരെ പതുക്കെ മാത്രമേ ഇവർക്ക് പ്രായമാവത്തുള്ളൂ. ഇവിടെ ഈ ഡോക്ടർ വോൾമറും നമ്മുടെ ഹന്നയും അതേപോലെ താഴെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഇവരുടെ ആളായിട്ടുള്ള പോലീസുകാരനും ഒക്കെ ഈ എലിക്സറാണ് കുടിക്കുന്നത്. വൈറ്റമിൻ എന്ന് പറഞ്ഞ് ഇവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് പ്രായമാകാതിരിക്കാനുള്ള മരുന്നാണ്. കൂട്ടത്തിൽ നമ്മുടെ ഹന്നയ്ക്ക് മാത്രം ഇക്കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഹന്ന ഇവർക്ക് മറ്റെന്തിനോ ആവശ്യമുണ്ട്. ചെറുപ്പം മുതലേ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ എലിക്സർ അവളെ കുടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിലൂടെ കൂടുതൽ എലിക്സർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവന്റെ വായിലേക്ക് ഒരു വലിയ ഓസ് കുത്തിക്കയറ്റി അതിലൂടെ ഈൽസിനെ അവന്റെ ശരീരത്തിലേക്ക് കടത്തിവിടുവാണ്. ഈ ഒരു മെത്തേഡാണ്, ഈ ഒരു പരീക്ഷണമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബാരൻ ചെയ്തത്. ഇങ്ങനെ എലിക്സർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന ജനങ്ങൾ പതിയെ പതിയെ അവർ മരിക്കും. സ്വാഭാവികമായിട്ടും മനുഷ്യ ശരീരത്തിനുള്ളിൽ ഈൽസ് എത്തിക്കഴിഞ്ഞാൽ അത് ടോക്സിക് അല്ലേ? ഇവിടുത്തെ വെള്ളം തന്നെ ടോക്സിക്കാണ്. അതിന്റെ കൂടെ ഇതിൽ ജീവിക്കുന്ന പ്രത്യേകതകളുള്ള ഈലുകൾ കൂടെ ശരീരത്തിലെത്തുന്നതോടെ അധികം വൈകാതെ ആൾ മരിച്ചുപോകും. നിരന്തരമായി ഇവർക്കെല്ലാവർക്കും ആവശ്യമുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ എലിക്സർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ ആവശ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബാരൻ താഴെ ഗ്രാമത്തിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുവന്നാണ് ഈ പരീക്ഷണം നടത്തിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ് ഇവരിതൊരു വെൽനസ് സെന്റർ ആയിട്ട് പ്രഖ്യാപിച്ച് ആളുകളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യിച്ച് നല്ല ജീവിതം തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കണ്ണിൽ പൊടിയിട്ട് ഇവരെല്ലാം ഈ പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. പതിയെ പതിയെ ഇവരെല്ലാം കൊന്നുകളയുന്നു. ഇതിനുശേഷം ഡോക്ടർ വോൾമർ നമ്മുടെ ഹന്നയ്ക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവളിപ്പോൾ ഒരു വുമൺ ആയല്ലോ. ഇനിയും വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാനുണ്ട്. അതിനൊക്കെ തയ്യാറായിരിക്കണമെന്നാണ് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
മനസ്സിലാവുന്നത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുള്ളിക്കാരി നമ്മുടെ ലോക്ക്ഹാർട്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതാണിപ്പോൾ ലോക്ക്ഹാർട്ടിൻ്റെ അവസ്ഥ. ഇവൻ്റെ ശരീരത്തിലൂടെ ഈൽസ് പാസ് ചെയ്ത് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. സ്വബോധത്തിലല്ലെന്ന് പറയാം. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇതിനൊക്കെ എതിർക്കണമെന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. പുറത്തോട്ട് ആ ഒരു ഇമോഷൻസ് ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഹന്ന അവനോട് തന്നെ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകോ, ഇവിടുന്ന് ഇവൾക്ക് പുറത്തു പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള രീതി ചോദിക്കുമ്പോൾ നമ്മുടെ ലോക്ക്ഹാർട്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറയാണ്, എന്തിനാണ് ഇങ്ങനൊരു മനോഹരമായ സ്ഥലത്തു നിന്ന് പോകുന്നേ, ഇവിടെ തന്നെ അങ്ങ് ജീവിച്ചാൽ പോരെയെന്ന്. ദാ വെപ്പല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള പ്രായമായവരെ പോലെ ഇവനും അവരുടെ കൺട്രോളിലായി. ഇത്രയും നാൾ ഹന്ന വിചാരിച്ചിരുന്നത് ഇവൾ ഓക്കെ ആയി കഴിയുമ്പോൾ ഇവളുടെ അച്ഛൻ വന്ന് ഇവളെ വിളിച്ചുകൊണ്ട് പോകുന്നൊക്കെയല്ലേ. അങ്ങനെയാണ് ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഇവളെ ഇവിടുന്ന് പുറത്തു കൊണ്ടുവന്ന് ഇവൾ പ്രതീക്ഷിച്ചിരുന്ന ലോക്ക്ഹാർട്ട് പോലും ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൾക്ക് ഒരുമാതിരി അങ്ങ് വിഷമമായി. നേരത്തെ നമ്മുടെ ലോക്ക്ഹാർട്ട് ഇവളെ കാണിച്ച ആ ഒരു ബല്ലറിന സ്റ്റാച്ചു അത് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവൾ ആ സ്റ്റാച്ചു ഇവന് തിരിച്ചു കൊടുത്തിട്ട് അവിടുന്ന് മാറിപ്പോവാണ്. ശേഷം നമ്മുടെ ഡോക്ടർ വോൾമർ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ നമ്മുടെ ഹന്നയെ വിവാഹം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബാരന്റെ ഭാര്യയുടെ, അതായത് ബാരന്റെ സഹോദരിയുടെ ആ ഒരു മാല ഇവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹന്നയ്ക്ക് ഈ വിവാഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഡോക്ടർ പറയുന്നത് കേട്ട് അവൾ എല്ലാത്തിനും നിന്ന് കൊടുത്തു. രാത്രി അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫസ്റ്റ് നൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതേ സമയം തന്നെ ഹന്ന കൊടുത്തിട്ട് പോയ ബല്ലറിന ടോയ് കുറേ സമയം നോക്കിയിരുന്ന നമ്മുടെ ഹീറോയ്ക്കും എന്തൊക്കെയോ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബാരന്റെ കാലത്ത് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പലരിൽ നിന്ന് കേട്ട കാര്യങ്ങളൊക്കെ അവനിങ്ങനെ റീകളക്ട് ചെയ്തെടുക്കുന്നു. ഒരുമാതിരി വല്ലാത്ത കൺവിൻസ്ഡ് ആയ അവസ്ഥയിലായിരുന്നെങ്കിലും പതിയെ പതിയെ അതിൽ നിന്ന് പുറത്തു വരാൻ ഹീറോയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ഡോക്ടർ വോൾമർ ആവട്ടെ ബെഡ്റൂമിൽ നമ്മുടെ ഹന്നയെ കെട്ടിയിട്ട് അവളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ലോക്ക്ഹാർട്ട് ആവട്ടെ ഡോക്ടറിന്റെ റൂമിലെത്തി അവിടെ വെച്ചിരുന്ന ഫോട്ടോ ഒക്കെ തല്ലി പൊട്ടിച്ച് അത് വിശദമായിട്ട് നോക്കുവാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ, വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഒരു ഫോട്ടോയിൽ ഒരാളുടെ മുഖത്ത് ജസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റർ ചുറ്റിയിരിക്കുന്നതായിട്ടൊക്കെ. ആ ഫോട്ടോയിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം. അത് കവർ ചെയ്തിരുന്ന ഗ്ലാസ് എല്ലാം പൊട്ടിച്ചു മാറ്റി സൈഡിലുള്ള ആ പെൺകുട്ടി ആരാണെന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കൊച്ചു പെൺകുട്ടി ഹന്നയാണെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഈ മുഖം പ്ലാസ്റ്റർ യൂസ് ചെയ്ത് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ഈ വ്യക്തി ഇത് ഡോക്ടർ വോൾമർ ആണ്. ഇതെല്ലാം മനസ്സിലാക്കി എവിടുന്നോ കുറെ ഫ്യൂവലൊക്കെ ഒപ്പിച്ച് നമ്മുടെ ഹീറോ നേരെ ഡോക്ടർ വോൾമറിന്റെ ബെഡ്റൂമിലേക്ക് കയറി ചെന്ന് അവിടെ ആ ഫ്യൂവലൊക്കെ ഒഴിച്ചു. ഹന്ന നിന്റെ മകളാണല്ലേ, സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായടാ എന്ന് നമ്മുടെ ലോക്ക്ഹാർട്ട് പറയുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബാരൻ ഉണ്ടല്ലോ, അതേ ബാരൻ തന്നെയാണ് ഈ ഡോക്ടർ വോൾമർ. ഇത്രയും വർഷങ്ങളായിട്ട് ഇയാൾക്ക് പ്രായമാവത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇയാൾ യൂസ് ചെയ്യുന്ന എലിക്സർ തന്നെ കാരണം. അന്ന് 200 വർഷങ്ങൾക്ക് മുമ്പ് താഴെ ഗ്രാമത്തിലുള്ള ആളുകൾ ഇവിടെ കയറി വന്ന് ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. ആ നാട്ടിലെ ഒരുപാട് ജനങ്ങളെ ബാരൻ തട്ടിക്കൊണ്ടുപോയി പരീക്ഷണം ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ ആക്രമിച്ച്, അതായത് അയാളുടെ ഭാര്യ എന്ന് പറയുമ്പോൾ അയാളുടെ സഹോദരി തന്നെ, സഹോദരിയെ ആക്രമിച്ച് ഗർഭിണിയായിരുന്ന അവളുടെ ഗർഭപിണ്ഡം പുറത്തെടുത്തു. ദെൻ അവളെ തീയരിച്ച് കൊന്നുകളഞ്ഞു. പുള്ളിക്കാരി മരിച്ചെങ്കിലും പുള്ളിക്കാരിയുടെ ഗർഭപിണ്ഡം, പുറത്തെടുത്ത ഗർഭപിണ്ഡം സർവൈവ് ചെയ്തിരുന്നു. ആ കുഞ്ഞാണ് നമ്മുടെ ഹന്ന. ചെറുപ്പം മുതലേ ഹന്നയ്ക്ക് ബാരൻ എലിക്സർ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വളർച്ചയും പതിയെയായി. വളരെ സ്ലോ ആയിട്ടാണ് അവൾ വളർന്നു വന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ബാരൻ ആഗ്രഹിച്ചിരുന്ന പോലെ ആ ഒരു പ്യൂരിറ്റി നിലനിർത്താൻ വേണ്ടി ഇവൾക്ക് പ്രായമാകാൻ വേണ്ടി കാത്തിരുന്നു. തന്റെ വംശശുദ്ധി നിലനിർത്തണം. അന്ന് 200 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്ത് അവളിൽ നിന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനാണ് പ്ലാൻ ചെയ്തെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്റെ സ്വന്തം മകളിൽ നിന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനും അങ്ങനെ തന്റെ വംശശുദ്ധി നിലനിർത്താനുമാണ് ഇങ്ങേര് ശ്രമിക്കുന്നത്. ഇതെല്ലാം ലോക്ക്ഹാർട്ട് മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ ബാരൻ അങ്ങേരുടെ മുഖം ഇങ്ങനെ ഊരിഞ്ഞെടുത്തു. ഇതാണ് ഇയാളുടെ ശരിക്കുള്ള മുഖം. പണ്ടത്തെ ആക്രമണത്തിൽ ഇങ്ങനെ ഈ കോലത്തിലായതാണ്. അതിനുശേഷം പിന്നീട് ഒരുപാട് നാൾ പ്ലാസ്റ്ററൊക്കെ ചുറ്റിക്കൊണ്ട് നടന്നു. പിന്നെപ്പോഴും മറ്റൊരാളുടെ മുഖം ഇയാൾ യൂസ് ചെയ്യുമായിരുന്നു. മറ്റൊരാളുടെ മുഖം ഉരിഞ്ഞ് ഇയാൾക്ക് ഫിറ്റ് ചെയ്യുമായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ, പ്രത്യേക ലിക്വിഡിനകത്ത് കുറെ ആളുകളുടെ മുഖമൊക്കെ ഉരിഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബാരൻ ലോക്ക്ഹാർട്ടിനെ ആക്രമിച്ച് കൊല്ലാൻ തുടങ്ങിയപ്പോൾ അവനാവട്ടെ നേരത്തെ ഫ്യൂവൽ ഒഴിച്ചെടുത്ത് തീ കൊളുത്തി. ബാരന്റെ കോട്ടിലും തീ പിടിച്ചു. കിട്ടിയ ഗ്യാപ്പിൽ ഓടിച്ചെന്ന് നമ്മുടെ ഹന്നയെ രക്ഷപ്പെടുത്തുവാണ്. അപ്പോഴേക്കും ഇവിടുന്ന് തീപ്പൊരികളൊക്കെ പറന്ന് വെൽനസ് സെന്ററിന്റെ പല ഭാഗത്തുണ്ടായിരുന്ന തുണികളിലൊക്കെ പിടിച്ച് ഈ സ്ഥലം ആകെ മൊത്തം തീ പിടിക്കുവാണ്. തീയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ബാരനാവട്ടെ നമ്മുടെ ഹീറോയെ അടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അവിടെ ബേസ്മെന്റിൽ ലീലുകളുള്ള കുളത്തിന്റെ അവിടുത്തെ നമ്മുടെ ഹീറോയെ ഇങ്ങനെ തല്ലുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഹന്ന അവിടേക്ക് ഇറങ്ങി ചെന്ന് ഒരു വെപ്പൺ എടുത്ത് അവളുടെ സ്വന്തം അപ്പന്റെ, അതായത് ബാരന്റെ തലയിൽ അടിച്ച് കയറ്റി. നല്ല ആഴത്തിൽ കുത്തി ഇറക്കിയായിരുന്നേ. ഒറ്റ കുത്തിന് തന്നെ അങ്ങേര് വടിയാവുന്നുണ്ട്. നേരെ ഈലുകളുള്ള കുളത്തിലേക്ക് വീണു. ഈലുകളെല്ലാം കൂടെ വന്ന് അങ്ങേരുടെ ശരീരം തിന്നുന്നുണ്ട്. ബാരൻ ഇവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്ത മാലയും ഊരി എറിഞ്ഞ് അവൾ നമ്മുടെ ലോക്ക്ഹാർട്ടിന്റെ കൂടെ പോവാണ്. രണ്ടാളും മോളിൽ കയറി വന്ന് നോക്കിയപ്പോൾ ഈ സ്ഥലം ആകെ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇവിടെയുള്ള പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഇതൊന്നും വലിയ മൈൻഡ് ചെയ്യാതെ ഡാൻസ് കളിക്കുന്നു. ഇവരെല്ലാം അത്രമേൽ കൺവിൻസ്ഡ് ആണ്. സ്വഭാവത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം അത്രത്തോളം ഇവിടെ ട്രാപ്ഡ് ആയി കഴിഞ്ഞു. അധികം താമസിയാതെ നമ്മുടെ ഹന്ന അവളുടെ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനും അവളുടെ സൈക്കിളിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു പോവാണ്. നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ വെൽനസ് സെന്ററിലേക്ക് കയറി വരുന്ന ഒരു കാറിൽ ഇവരുടെ സൈക്കിൾ ഇടിച്ച് രണ്ടുപേരും തെറിച്ചു വീണു. ആ കാറിലുണ്ടായിരുന്നത് നമ്മുടെ ഹീറോയുടെ കമ്പനിയിലെ ബോർഡ് മെമ്പേഴ്സ് ആണ്. കുറച്ച് ദിവസമായല്ലോ ഇവൻ അവിടുന്ന് പുറപ്പെട്ടിട്ട്. കാര്യമായിട്ട് ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവനെയും പെംബ്രോക്കിനെയും ഒക്കെ തിരക്കി ഇറങ്ങിയതാണ്. ലോക്ക്ഹാർട്ട്, എന്താ ഇവിടെ സംഭവിച്ചേ? പെംബ്രോക്ക് എവിടെ? പെംബ്രോക്ക് അയാളൊക്കെ പോയെന്നോ? എങ്ങോട്ട് പോയെന്ന്? മുകളിലെ വെൽനസ് സെന്ററിൽ മുഴുവൻ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഇവര്, ശരി അതൊക്കെ പോട്ടെ, പെംബ്രോക്ക് ഇല്ലെങ്കിലും നീ വാ, നീ ഞങ്ങളുടെ കൂടെ വരണം, കാറി കയറ് എന്നിങ്ങനെ ബോർഡ് മെമ്പേഴ്സ് നമ്മുടെ ഹീറോയോട് പറയുമ്പോൾ അവനാവട്ടെ അവരുടെ കൂടെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സൈക്കിളിൽ കയറി ഹന്നയും കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോവാണ് നമ്മുടെ ഹീറോ. അങ്ങനെ പോകുമ്പോൾ ഒരുമാതിരി വിയേർഡായിട്ട് നമ്മുടെ ലോക്ക്ഹാർട്ട് ചിരിക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്.
എന്താണ് അവൻ്റെ ചിരിയുടെ അർത്ഥം? ഇതാണ് ഒത്തിരി പേരെ കൺഫ്യൂസ് ആക്കിയ ഒരു കാര്യം. ഒരുപാട് ഫാൻ തിയറീസ് ഉണ്ട്. അതിൽ പോപ്പുലർ ആയിട്ടുള്ളത് നമ്മുടെ മരിച്ചുപോയ ബാരന്റെ ആത്മാവ് ഇവന്റെ ശരീരത്തിൽ കയറി ഇനി ലോക്ക്ഹാർട്ടിലൂടെ അയാൾ പ്യൂരിറ്റി നിലനിർത്തും, അയാളുടെ കുടുംബത്തിന്റെ വംശശുദ്ധി സംരക്ഷിക്കും എന്നൊക്കെയാണ്. ഇത്രയൊക്കെ കണ്ടുവന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തു പോകും. എന്നാൽ ഇത്ര ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ മാറ്റം വന്നിട്ടുള്ളത് നമ്മുടെ ലോക്ക്ഹാർട്ടിലാണ്. ലോക്ക്ഹാർട്ട് എന്ന വ്യക്തിക്കാണ്. റിയൽ വേൾഡിൽ അല്ലെങ്കിൽ അവന്റെ റിയാലിറ്റിയിൽ ഇത്രയും നാൾ അവൻ ജീവിച്ചു വന്നത് പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനാൻഷ്യൽ ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്ത് അവന്റെ നേട്ടത്തിനും കമ്പനിയുടെ നേട്ടത്തിനും വേണ്ടി മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടൊക്കെയാണ്. എന്നാൽ ഇവിടെ ഈ വെൽനസ് സെന്റർ ഇവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ്? പുറത്തുള്ള ആ ലോകം അത്ര നല്ല ലോകമല്ല. അവിടെ ചതിയും വഞ്ചനയും ഒക്കെയാണുള്ളത്. ഇവിടെയാണെങ്കിൽ എല്ലാവരും തുല്യരാണ്, സമാധാനപ്രിയരാണ്. ഒരുപാട് ടെൻഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. സമാധാനമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോകാമെന്നായിരുന്നു ഇവർ മുന്നോട്ട് വെച്ച ഒരു പോയിന്റ്. ഇവിടെ കുറച്ച് മാഡ്നസ് ഒക്കെ ഉണ്ടെങ്കിലും ആ മാഡ്നസ് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഹീറോ തയ്യാറായി. ആദ്യമൊക്കെ ഈ വെൽനസ് സെന്ററും ഇവർ പറയുന്ന ഇവരുടെ ഫിലോസഫിയും ഒക്കെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു പോയിന്റിൽ അവൻ ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് ഇല്യൂഷൻസ് ഒക്കെ കാണേണ്ടി വന്നിരുന്നല്ലോ. ഇമോഷണലി ആളാകെ അങ്ങ് തകർന്നു പോയിരുന്നു. അങ്ങനെ പല സൈക്കോളജിക്കൽ കണ്ടീഷൻസിലൂടെ കടന്നു പോകേണ്ടി വന്നതോടെ പുറത്തുള്ള ലോകത്തിന്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ ഇവനെ കൊണ്ട് സാധിച്ചു. കറപ്ഷൻ, അധികാര ദുർവിനിയോഗം, ഇതൊക്കെ കണ്ടു വളർന്ന ഇവൻ ഒരിക്കലും ആ ഒരു റിയാലിറ്റിയിലേക്ക്, ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അങ്ങോട്ട് ഹന്നയോടൊപ്പം കുറച്ച് മാഡ്നസ് ഒക്കെ ആയിട്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചാണ് ഹീറോ പോകുന്നത്. അത്രേ ഉള്ളൂ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതാണ്. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ.